ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ സെർവർ റൺ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സെർവർ MongoDB ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെർവറിൽ API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൂട്ട് ആദ്യം സെറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ server.js ഫയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ app.get റൂട്ട് നമുക്ക് API എന്ന് കൊടുക്കാം. API പിന്നെ ഹെൽത്ത് എന്ന് കൊടുക്കാം. ഹെൽത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ ഫംഗ്ഷൻ ഇവിടെ ചെയ്യണം. റിക്വസ്റ്റ് റെസ്പോൺസ് ഡോട്ട് സെൻഡ് API ഈസ് വർക്കിംഗ് എന്ന് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പോസ്റ്റ്മാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് 5000 API ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സെൻഡ്. നമുക്കിവിടെ റെസ്പോൺസ് വന്നിട്ട് API ഈസ് വർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ API വർക്കിംഗ് ആണ്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ CRM-ന് വേണ്ടിയിട്ട് മോഡൽസ് ക്രിയേറ്റ് ചെയ്യണം. മോഡൽസ് എന്ന് പറഞ്ഞിട്ട് മോഡൽസ്. അതിനകത്ത് എൻ്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് lead.js ആദ്യം മോങ്കൂസ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് മോങ്കൂസ് ഫ്രം മോങ്കൂസ്. ഇനി ആദ്യം നമുക്ക് ലീഡിൻ്റെ സ്കീമ ഡിഫൈൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റ് ലീഡ് സ്കീമ ന്യൂ mongoose ഡോട്ട് സ്കീമ ദെൻ ഒബ്ജക്റ്റ് പാസ് ചെയ്യുന്നു. ലീഡിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് നെയിം, പിന്നെ ഇതാണ് ഇമെയിൽ, കസ്റ്റമറിൻ്റെ ഇമെയിലിന് വേണ്ടിയിട്ട് ഒരു ഫീൽഡ്, പിന്നെ സ്റ്റാറ്റസ്, പിന്നെ സോഴ്സ്, ഏത് സോഴ്സിൽ നിന്നാണ് കസ്റ്റമറുടെ ലീഡ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നെയിമിൻ്റെ ടൈപ്പ് കൊടുക്കണം, സ്ട്രിങ് കൊടുക്കണം, റിക്വയർഡ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇമെയിൽ ടൈപ്പ് സ്ട്രിങ്, റിക്വയർഡ് ട്രൂ, അതുപോലെ സ്റ്റാറ്റസ് ടൈപ്പ് സ്ട്രിങ്. മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട് നമുക്ക് എനം യൂസ് ചെയ്യാം. എനം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൾട്ടിപ്പിൾ സ്റ്റാറ്റസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ഇതിനകത്തുള്ള സ്റ്റാറ്റസ് മാത്രമായിരിക്കും. ന്യൂ കോണ്ടാക്റ്റഡ് ക്വാളിഫൈഡ് ലോസ്റ്റ്. ഈ സോഴ്സ് ഈ പറഞ്ഞ പോലെ ടൈപ്പ് സ്ട്രിങ്, ഡീഫോൾട്ടായിട്ട് വെബ്സൈറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യണം. ലീഡിൻ്റെ മോഡൽ കോൺസ്റ്റ് ലീഡ് മോങ്കൂസ് ഡോട്ട് മോഡൽ, പേര് നമ്മൾ ലീഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലീഡ് സ്കീമ പാസ് ചെയ്യുന്നു. ഈ മോഡലായിരിക്കും നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് ഡീഫോൾട്ട് ലീഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോഡൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത് നമുക്ക് റൂട്ടും കൺട്രോളറും സെറ്റ് ചെയ്യണം. ഇവിടെ വന്നിട്ട് റൂട്ട്സ് എന്ന് കൊടുക്കാം. റൂട്ട്സ് ലീഡ്
ലീഡ് റൂട്ട് ഡോട്ട് JS കൊടുക്കാണ്. ആദ്യം ഇമ്പോർട്ട് എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ് റൂട്ട് എക്സ്പ്രസ് ഡോട്ട് റൂട്ട്, ഇതിനകത്ത് റൂട്ട് ഡോട്ട് ആദ്യം നമുക്ക് ലീഡ് പുതിയൊരു ലീഡ് ക്രിയേറ്റ് ചെയ്യണം. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും? പോസ്റ്റ്. സോ നമുക്ക് റൂട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം? ക്രിയേറ്റ് ലീഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ക്രിയേറ്റ് ലീഡ് കൊടുക്കാം. രണ്ടാമത്തേൽ നമുക്ക് ഹാൻഡിലർ ഫംഗ്ഷൻ സെറ്റ് ചെയ്യണം. സോ അത് നമുക്ക് അതിനു വേണ്ടിയിട്ട് കൺട്രോൾ എസ് കൊടുത്ത് സെറ്റ് ചെയ്യാം. കൺട്രോൾ എസ് ലീഡ് കൺട്രോളർ ഡോട്ട് JS എക്സ്പോർട്ട് കോൺസ്റ്റ് ക്രിയേറ്റ് ലീഡ്. അതൊരു അസിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. അതിൽ റിക്വസ്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും, റെസ്പോൺസ് ഒബ്ജക്റ്റ് ഉണ്ടാവും. നമുക്കിത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ അത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം. ക്രിയേറ്റ് ലീഡ് എന്നല്ല, ക്രിയേറ്റ് ലീഡ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റൻഷൻ ഒന്ന് ആഡ് ചെയ്ത് വെച്ചേക്കാം. ഇനി കൺട്രോളറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ട്രൈ ക്യാച്ച് കൊടുക്കാം. ട്രൈ ക്യാച്ച്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ട്രൈയുടെ അകത്ത് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഈ മോഡലിൽ എവിടെയാണ്? മോഡലിൽ നമ്മൾ 4 ഫീൽഡുകളാണ് പാസ് ചെയ്യുന്നത്. പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്യുന്നത് നെയിം, ഇമെയിൽ, സ്റ്റാറ്റസ്, സോഴ്സ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ആദ്യം ഡീസ്ട്രക്ചർ ചെയ്തെടുക്കണം. സോ അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റ് നെയിം, ഇമെയിൽ, സ്റ്റാറ്റസ്, സോഴ്സ്. ഇത് എവിടെ നിന്നായിരിക്കും എടുക്കുന്നത്? റിക്വസ്റ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ബോഡിയിൽ നിന്നായിരിക്കും എടുക്കുക. നമുക്കിത് ഡാറ്റാബേസിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. കോൺസ്റ്റ് ലീഡ് വെയിറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നു. ലീഡ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ലീഡ് മോഡലിൽ ലീഡ്. അതിനകത്ത് എന്തുണ്ട്? ക്രിയേറ്റ് മെത്തേഡ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് എന്ത് പാസ് ചെയ്താൽ മതി? ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്താൽ മതി. നെയിം, ഇമെയിൽ, സ്റ്റാറ്റസ്, സോഴ്സ്. ഇത്രയും നമ്മൾ പാസ് ചെയ്യുന്നു. സോ ഇത് അതിനുശേഷം നമ്മൾ ഒരു റെസ്പോൺസ് കൊടുക്കുകയാണ്. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ്. ഡാറ്റാബേസിൽ ഒരു ഡോക്യുമെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വരുന്ന സ്റ്റാറ്റസ് കോഡ് 201 ആയിരിക്കും. ദെൻ ഒരു JS1 പറഞ്ഞിട്ട് നമുക്ക് ആ ലീഡ് ഒന്ന് പാസ് ചെയ്തേക്കാം ഫ്രണ്ട് എൻഡിലേക്ക്. നമുക്കറിയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് കോഡ് ഏതാണ്? 400 യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്കൊരു മെസ്സേജ് കൂടി പാസ് ചെയ്തേക്കാം. JSON മെസ്സേജ് നമുക്ക് എറർ ഡോട്ട് മെസ്സേജ് കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് പോസ്റ്റ്മാൻ യൂസ് ചെയ്തിട്ട് ഈ റൂട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ ക്രിയേറ്റ് ലീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് മെത്തേഡാണ്. ലോക്കൽ പോസ്റ്റ് 5000 API ക്രിയേറ്റ് ലീഡ് ഉണ്ട്. പിന്നെ ഇവിടെ റോ ഡാറ്റ. സോ നമ്മൾ ഇവിടുന്ന് 4 ഡാറ്റ ഫീൽഡുകൾ പാസ് ചെയ്യാണ്. നെയിം, ഇമെയിൽ, സ്റ്റാറ്റസ്, സോഴ്സ്. സെൻഡ് കൊടുക്കാണ്. നോട്ട് ഫൗണ്ട്. ഇവിടെ നമ്മൾ റൂട്ട് എക്സ്പോർട്ട് ചെയ്തില്ലായിരുന്നു, അതാണ് അവിടെ എറർ കാണിച്ചത്. എക്സ്പോർട്ട് ഡീഫോൾട്ട് റൂട്ട് എക്സ്പോർട്ട് ചെയ്യാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ റൂട്ടിന് പകരം ലീഡ് റൗട്ടർ നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ലീഡ് റൗട്ടർ. ദെൻ ഇവിടെ വന്നിട്ട് ലീഡ് റൗട്ടർ ഡോട്ട് പോസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് ഡീഫോൾട്ട്
ലീഡ് റൗട്ടർ. ഇനി ഇവിടെ സെർവർ ഡോട്ട് ജെ എസിൽ വന്നിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യണം. സോ ആപ്പ് ഡോട്ട് യൂസ് ദെൻ API കൊടുക്കുകയാണ്. ദെൻ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്ത് ലീഡ് റൗട്ടർ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെസ്സേജ് വന്നിട്ട് മെസ്സേജിൽ പറയുന്നത് കനോട്ട് ഡീസ്ട്രക്ചർ പ്രോപ്പർട്ടി നെയിം ഓഫ് റിക്വസ്റ്റ് ഡോട്ട് ബോഡി ആസ് ഇറ്റ് ഈസ് അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മളിവിടെ റിസീവ് ചെയ്യുന്ന ഡേറ്റ എന്തായിട്ടാണ്? JSON ഫോർമാറ്റിലാണ് നമുക്ക് റിസീവ് ചെയ്യണത്. ഈ JSON നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു മിഡിൽ വെയർ സെറ്റ് ചെയ്യണം. സെർവർ ഡോട്ട് JSൽ വന്നിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഒരു മിഡിൽ വെയർ സെറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ആപ്പ് ഡോട്ട് യൂസ് ഇതിനകത്തായിരിക്കും എക്സ്പ്രസ് ഡോട്ട് JSON മെത്തേഡ് യൂസ് ചെയ്യണം. ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ റെസ്പോൺസ് വന്നിട്ട് 201 സ്റ്റാറ്റസ് കോഡും വന്നിട്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് കോമ്പസ് ഓപ്പൺ ചെയ്യാം, MongoDB കോമ്പസ്. ദെൻ അതിൽ മെയിൻ CRMDB ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സെറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത കൊടുക്കാം ആലീസ് അറ്റ് gmail എടുക്കും. റിഫ്രഷ് നോക്കാം, അതും ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ ഡോക്യുമെന്റ്സ് നമുക്ക് ഗെറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ റൂട്ടിൽ വരാം. ഇവിടെ വന്നിട്ട് ലീഡ് റൗട്ടർ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. ദെൻ നമുക്ക് റൂട്ടിൽ നിന്ന് കൊടുക്കാം ഗെറ്റ് ലീഡ് എന്ന് പറഞ്ഞു കൊടുക്കാം, ഗെറ്റ് ലീഡ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യണം. കൺട്രോളേഴ്സിൽ വന്നിട്ട് ലീഡ് കൺട്രോളർ എക്സ്പോർട്ട് കോൺസ്റ്റ് ഗെറ്റ് ലീഡ്സ്, അതൊരു അസിങ്ക് ഫംഗ്ഷൻ ആയിരിക്കും. റിക്വസ്റ്റ് റെസ്പോൺസ് ട്രൈ ക്യാച്ച് കൊടുക്കുന്നു. ഇനി ഇവിടെ നമുക്ക് അതെന്ത് ചെയ്യണം? ഡാറ്റാബേസിൽ നിന്ന് ആ ഡാറ്റ ഫൈൻഡ് ചെയ്യണം. സോ കോൺസ്റ്റ് ലീഡ്സ് വെയിറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നു, ലീഡ് ഡോട്ട് ഫൈൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. നമുക്ക് എല്ലാ ഡോക്യുമെന്റ്സും ലീഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷനുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമുക്ക് ഇവിടെ ആക്സസ് ചെയ്ത് കിട്ടും. ഇനി നമുക്കിത് റിട്ടേൺ ചെയ്യാം. റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഏതായിരിക്കും? സ്റ്റാറ്റസ് 200. ദെൻ JSOണിൽ നമ്മൾ ലീഡ്സ് ഫ്രണ്ട് എൻഡിലോട്ട് പാസ് ചെയ്യുന്നു. എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസ് ഡോട്ട് സ്റ്റാറ്റസ് ഏതാണ്? 500. ദെൻ JSON ഒരു മെസ്സേജ് പാസ് ചെയ്യാം, മെസ്സേജ് എറർ ഡോട്ട് മെസ്സേജ്. ഓക്കെ, ഇനി വരുന്നില്ലല്ലോ. ഇനി ഇത് ഇവിടെ വന്നിട്ട് റൂട്ട് വരുന്നത് ഗെറ്റ് ലീഡ്സ് എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. URL ഗെറ്റ് ആക്കുന്നു, ഗെറ്റ് ലീഡ്സ്. നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്നുണ്ട് ആർഗ്യുമെന്റ് ഹാൻഡിൽ ഈസ് റിക്വയർഡ്. സോ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഗെറ്റ് ലീഡ്സ്. ഓക്കെ, ഇനി നോക്കാം. സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ 2 ഡോക്യുമെന്റ്സും ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും ചെയ്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്തേക്കാം.
സോ അതിന് വേണ്ടിയിട്ട് git init. പിന്നെ ഒരു കാര്യം ചെയ്യണം, നമ്മൾ .env ഫയല് ഗിറ്റ് ഹബിലോട്ട് പുഷ് ചെയ്യാൻ പാടില്ല. സോ അതുകൊണ്ട് കാരണം ക്രെഡൻഷ്യൽസ് ആയിരിക്കും നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യുക. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, .git ignore ക്രിയേറ്റ് ചെയ്യണം. git ignoreൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ട ഫയലുകൾ ഏതാണ്, .env സെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നോഡ് മൊഡ്യൂൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഗിറ്റ് ആഡ് ചെയ്തിട്ട് നമുക്കിനി ഗിറ്റ് ഹബിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്യണം ന്യൂ റെപ്പോസിറ്ററി. മെയിൻ CR മാപ്പ് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നു. ഇത് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഗിറ്റ് init ഗിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി കമ്മിറ്റ്. ഇനി ഗിറ്റ് ബ്രാഞ്ച് git push origin main